ഹലോ, വെൽക്കം ബാക്ക് ടു റിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയെ പറ്റിയാണ്. നമ്മൾ എല്ലാ നാട്ടുകാരും ഈ ഭൂമി മുഴുവൻ ഏത് ഡെവലപ്ഡ് രാജ്യമാണെങ്കിൽ തന്നെ എല്ലാവർക്കും എനർജീൻ്റെ ഡിമാൻഡ് അത്രമാത്രം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പ്രൊഡക്ഷൻ വരുന്നില്ല. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അത്രമാത്രം കൂടുതലാണ്. അതുമാത്രമല്ല, കോളും ഡീസലും ഒക്കെ കത്തിച്ചിട്ടാണ് നമ്മളിപ്പോഴും അത്രമാത്രം എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ വഴി, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വഴി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുമാത്രമല്ല, അതിൻ്റെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഡീസലും പെട്രോളൊക്കെ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാകുന്നു. അത് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. അങ്ങനത്തെ പ്രശ്നം. സോളാർ പാനൽസ് ഒന്നും അത്ര രീതിയിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് മാസമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞപ്പോഴാണ് സോളാർ പാനൽ വെക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. 7736390719 അതാണ് നമ്മുടെ നമ്പർ. ട്രിവാൻഡ്രത്ത് നമ്മൾ എവിടെയും വന്ന് ചെയ്യുന്നതായിരിക്കും. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, നിങ്ങൾ ബാക്കിയുള്ളവരും കോൺടാക്ട് നമുക്ക് കേരളത്തിലൊക്കെ എന്നതിലൊക്കെ പോസിബിലിറ്റി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഗ്രീനായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒന്നും വരത്തില്ല, ഗ്ലോബൽ വാർമിംഗ് ഒന്നും വരത്തില്ല, ഭയങ്കര കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സംസാര വിഷയം. നമ്മൾ ഹൈഡ്രജൻ ബോംബ് പണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയായിട്ട് ആദ്യം ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഹൈ പ്രഷറും എനർജിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫിഷൻ നടത്തി ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചതിന് ശേഷം ആ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂഷൻ നടത്തിയത്. അപ്പോൾ അത് അൺകൺട്രോളബിൾ ഉള്ള കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് എനർജി ഹാർനസ് ചെയ്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എനർജി ഹാർനസ് ചെയ്ത ഒരു സംഭവം എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളതല്ല, ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്. അതും ഹൈ എഫിഷ്യൻസി ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്തായാലും കൊടുത്ത എനർജിനെക്കാട്ടിലും കൂടുതൽ എനർജി എന്തായാലും പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഇനി കൂടുതൽ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ വെച്ചിട്ട് അല്ല എനർജി കൊടുത്തിട്ട് ഫ്യൂഷന് വേണ്ടിയുള്ള എനർജി കൊടുത്തത്. അതുപോലെ ലേസറാണ് കൊടുത്തത്. ആ ലേസർ ടെക്നോളജി ഇനിയും നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രമാത്രം ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ട്രിഷ്യവും അതേപോലെ തന്നെ ഡ്യൂറ്റീറിയോ ഒക്കെ അത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. അപ്പം അതിനെ തപ്പിപ്പോണം. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ട്രിഷ്യ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2040 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇങ്ങനത്തെ ഗ്രീൻ എനർജി എന്തായാലും നല്ല രീതിയിൽ വരും. വിൻഡ് ആണെങ്കിലും ജിയോ തെർമൽ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും സോളാർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആയിട്ട് വരികയും ഈ പെട്രോളും ഡീസലും കോളും ഇതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ പൂർണ്ണമായിട്ട് നിൽക്കുകയും ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുകയും നല്ല ഗ്രീൻ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ലിഥിയമിൻ്റെ വൈറ്റ് ഗോൾഡ് നല്ലൊരു റിസോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ. അപ്പോൾ അതൊക്കെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല എലമെൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു സസ്റ്റൈനബിളായിട്ട് ഉള്ളൊരു ഗ്രോത്ത് ഭൂമിയിൽ തന്നെ നല്ലതിന് വേണ്ടിയായിട്ട് എന്തായാലും ഉണ്ടാവും. അതെന്തായാലും ഉറപ്പാണ്. ഇനി പക്ഷേ ഒരു 20 കൊല്ലം കാത്തിരിക്കണം. അപ്പം അതിന് വേണ്ടിയായിട്ട് ഇപ്പോഴത്തെ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. പിള്ളേർക്ക് സയൻസിനെ പറ്റിയുള്ള ബോധം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഇപ്പോൾ തന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എനർജി ഉണ്ടാക്കാമെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിലൊക്കെ നിർത്തിയിട്ട് ന്യൂക്ലിയർ ഫിഷനെ പറ്റിയാണ് കൂടുതലും പഠിപ്പിച്ചത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫ്യൂഷനെ പറ്റി അന്നേ കൂടുതൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ അന്നേ ഒരു ബോധം ഉണ്ടായേനെ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കൂടുതലുണ്ടായേനെ. അപ്പം വേറെ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും പോയിൻറ്റ്സ് മിസ്സായി പോയി വേറൊരു വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ശിവ സൈനിങ് ഔട്ട്. ബൈ ബൈ.